വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും അല്ലെങ്കിൽ കേരള ഗവർണൻസ് എന്നൊക്കെ പറഞ്ഞ് പുതിയതായിട്ട് PSC എക്സാമിന് സിലബസ് കാണുന്നുണ്ട് അല്ലെ. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 5 മാർക്ക് നമുക്ക് നേടിത്തരുന്ന ഒരു ഭാഗമാണ്. അതില് ഈ കേരള ഗവർണൻസില് പൊതുഭരണം, ഉദ്യോഗസ്ഥ വൃന്ദം, ഭരണഘടനാ സ്ഥാപനങ്ങൾ മുഴുവനില്ല, തുടങ്ങണേ ഉള്ളൂ. ഇത്തരം ഭാഗവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 50 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ KAS നിലവിൽ വന്ന തീയതി എന്നാണ്. 2018 ജാനുവരി 1 KAS നിലവിൽ വന്നത്. ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായി കേരളം രൂപം നൽകിയ വിഭാഗം ഏതാണ്? KAS അഥവാ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന ഏജൻസി ഏതാണ്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരണത്തിന് ഇടയാക്കിയത് ഏത് നിയമമാണ്? കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരണത്തിന് ഇടയാക്കിയ നിയമം എന്ന് അറിയപ്പെടുന്നത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? ചീഫ് സെക്രട്ടറി, ജില്ലാ കളക്ടർ തുടങ്ങിയ ഉയർന്ന ഉദ്യോഗസ്ഥരാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ എന്ന് അറിയപ്പെടുന്നത്. ഉദ്യോഗസ്ഥ ഭരണം അഥവാ ബ്യൂറോക്രസി എന്ന പദം ആവിഷ്കരിച്ചത് ആരാണ്? വിൻസെന്റ് ഡി ഗൗണി. വിൻസെന്റ് ഡി ഗൗണിയാണ് എന്താ ബ്യൂറോക്രസി എന്ന പദം ആവിഷ്കരിച്ചത്. പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് ആരാണ്? പൊതുഭരണ ശൃംഖലയെ ചലനാത്മകമാക്കുന്നത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. അഡ്മിനിസ്ട്രേഷൻ എന്ന പദം ഏത് ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ചതാണ്? അഡ്മിനിസ്ട്രേഷൻ എന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ച പദമാണ്. അഡ്മിനിസ്ട്രേഷൻ എന്ന പദത്തിന്റെ മീനിങ്, അർത്ഥം എന്താണ്? അഡ്മിനിസ്ട്രേഷൻ എന്നാൽ സേവനം എന്നാണ് അർത്ഥം. ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള പൊതുഭരണ സംവിധാനം നിലവിൽ വന്ന കാലഘട്ടം ഏതാണ്? ബ്രിട്ടീഷ് കാലഘട്ടം. അതായത് ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള പൊതുഭരണ സംവിധാനം നിലവിൽ വന്നത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എവിടെ സ്ഥാപിതമായി? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സ്ഥാപിതമായത് 1954 മാർച്ച് മാസം 29 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സ്ഥാപിതമായപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സ്ഥാപിതമായപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ രൂപീകരണത്തിന് വഴിതെളിച്ച 1953 സർവേക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ രൂപീകരണത്തിന് വഴിതെളിച്ച 1953 സർവേക്ക് നേതൃത്വം നൽകിയത് പ്രൊഫസർ പോൾ എച്ച് ആപ്പിൾ ബി ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഏത് ആക്ടിന്റെ കീഴിലാണ് സ്ഥാപിക്കപ്പെട്ടത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സ്ഥാപിക്കപ്പെട്ടത് 1860 സൊസൈറ്റീസ് ആക്ടിന് കീഴിലാണ്. പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് പുറത്തുവിടുന്ന സ്ഥാപനം ഏത്? പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് പുറത്തുവിടുന്നത് പബ്ലിക് അഫയേഴ്സ് സെന്റർ ആണ്. ഈ പബ്ലിക് അഫയേഴ്സ് സെന്റർ സ്ഥാപിതമായ വർഷം എന്ന? പബ്ലിക് അഫയേഴ്സ് സെന്റർ സ്ഥാപിതമായത് 1994 പബ്ലിക് അഫയേഴ്സ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പബ്ലിക് അഫയേഴ്സ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരാണ്.
പബ്ലിക് അഫയേഴ്സ് സെന്റർ സ്ഥാപിച്ചത് ആരാണ്? പബ്ലിക് അഫയേഴ്സ് സെന്റർ സ്ഥാപിച്ചത് ഡോക്ടർ സാമുവൽ പോൾ ആണ്. പബ്ലിക് അഫയേഴ്സ് സെന്ററിന്റെ ചെയർമാൻ ആരാണ്? പബ്ലിക് അഫയേഴ്സ് സെന്ററിന്റെ ചെയർമാൻ അതായത് ഇതിൽ രവീന്ദ്ര എന്നാണ്, അദ്ദേഹമല്ല. ആരാണെന്ന് ടീച്ചർ പറയാം. സുധാകർ റാവു. ആരാണ്? സുധാകർ റാവു ആണ്. IAS ഉദ്യോഗസ്ഥനാണ്. അപ്പൊ പബ്ലിക് അഫയേഴ്സ് സെന്ററിന്റെ സ്ഥാപകൻ സുധാകർ റാവു ആണ്. പൗരന്മാർക്ക് ഇതിനു മുമ്പ് രവീന്ദ്ര IAS ഒക്കെ ആയിരുന്നു, ഇപ്പൊ മാറി സുധാകർ റാവു ആയിട്ടോ. പൗരന്മാർക്ക് സദ്ഭരണവും ഉദ്യോഗസ്ഥർക്ക് തൃപ്തിപരമായ സർവീസ് സമ്പ്രദായവും ലക്ഷ്യമിടുന്ന വകുപ്പ് ഏതാണ്? പൗരന്മാർക്ക് സദ്ഭരണം, ഉദ്യോഗസ്ഥർക്ക് തൃപ്തികരമായിട്ടുള്ള സർവീസ് സമ്പ്രദായം എന്നിവ ലക്ഷ്യമിടുന്നത് പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഡിപ്പാർട്ട്മെന്റ് അഥവാ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് ആണ്. ഉദ്യോഗസ്ഥ വൃന്ദവുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ ഭാഗം ഏതാ? ഉദ്യോഗസ്ഥ വൃന്ദവുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ ഭാഗം പാർട്ട് ഏതാണ്? 14 ആണ്. യൂണിയനെയോ സംസ്ഥാനത്തെയോ സേവിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിയമനം, സേവന വ്യവസ്ഥകൾ എന്നിവ പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 309 ആണ്. യൂണിയന്റെയോ സംസ്ഥാനത്തിന്റെയോ സർവീസിലുള്ള ഉദ്യോഗസ്ഥരുടെ കാലാവധിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. യൂണിയനെയോ സംസ്ഥാനത്തിന്റെയോ സർവീസിലുള്ള ഉദ്യോഗസ്ഥരുടെ കാലാവധിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 310 ആണ് മക്കളെ. സിവിൽ പദവികളിലുള്ള ഉദ്യോഗസ്ഥരുടെ പിരിച്ചുവിടലും നീക്കം ചെയ്യലും തരം താഴ്ത്തലും സംബന്ധിച്ച ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 311. അതായത് സിവിൽ പദവികളിലുള്ള ഉദ്യോഗസ്ഥരുടെ പിരിച്ചുവിടുക, നീക്കം ചെയ്യുക, തരം താഴ്ത്തുക എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 311. സോറി കേട്ടോ. അഖിലേന്ത്യാ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എപ്പോഴും PSC ചോദിക്കാറില്ല, സ്ഥിരം ചോദിക്കാറുള്ള ചോദ്യമാണ് അല്ലെ. അഖിലേന്ത്യാ ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാ? ആർട്ടിക്കിൾ 312. യൂണിയനും സംസ്ഥാനങ്ങൾക്കും വേണ്ടിയുള്ള പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് വ്യക്തമാക്കുന്ന ആർട്ടിക്കിൾ, അതായത് UPSC അല്ലെ, യൂണിയന് വേണ്ടിയിട്ടുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻ. സംസ്ഥാനങ്ങൾക്കാവുമ്പോൾ കേരള PSC, കർണാടക PSC, മഹാരാഷ്ട്ര PSC എന്നൊക്കെ പറഞ്ഞിട്ട് സംസ്ഥാനങ്ങൾക്ക് എന്തുണ്ട്? പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഉണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 315 പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ നിയമനം, ഉദ്യോഗസ്ഥ കാലാവധി പരാമർശിക്കുന്ന അനുച്ഛേദം. ഇപ്പൊ നമുക്കറിയാം കേരള പബ്ലിക് സർവീസ് കമ്മീഷനില് നമ്മുടെ അംഗങ്ങളുണ്ട്. ആ അംഗങ്ങളെ അപ്പോയിന്റ് ചെയ്യും, അവർക്ക് നിശ്ചിത കാലയളവുണ്ട്. അപ്പൊ അതൊക്കെ പരാമർശിക്കുന്ന അനുച്ഛേദം 316. പബ്ലിക് സർവീസ് കമ്മീഷനിലെ ഒരംഗത്തെ നീക്കം ചെയ്യലും സസ്പെൻഡ് ചെയ്യലും, ചിലപ്പോൾ കമ്മീഷനിലെ അംഗത്തെ നീക്കം ചെയ്യാം, അല്ലെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യാം. അതിനെയൊക്കെ സംബന്ധിച്ച ഭരണഘടനാ വകുപ്പ് ഏതാണ്? 317. കമ്മീഷൻ അംഗങ്ങളുടെ ഉദ്യോഗസ്ഥരുടെയും സേവന വ്യവസ്ഥകളെ കുറിച്ച് റെഗുലേഷൻ ഉണ്ടാക്കാനുള്ള അധികാരത്തെ കുറിച്ചിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ്? അപ്പൊ കമ്മീഷനുകൾ ഉണ്ട്. ആ കമ്മീഷനിലെ ഓരോ അംഗങ്ങളെ കുറിച്ചും അതിലത്തെ ഉദ്യോഗസ്ഥരുണ്ട്. കമ്മീഷൻ അംഗങ്ങൾ വേറെയാണ്, ഉദ്യോഗസ്ഥർ വേറെയാണ്. അവരുടെ സേവന വ്യവസ്ഥകളുണ്ട്, അവരുടെ സേവന വ്യവസ്ഥകളെ കുറിച്ചിട്ടുള്ള റെഗുലേഷൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിനുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 318. പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി അവസാനിക്കുമ്പോൾ മറ്റുദ്യോഗസ്ഥർ വഹിക്കുന്നത് നിരോധിക്കുന്ന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 319. പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഡ്യൂട്ടീസ് ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ചുമതലകളെ കുറിച്ച് വ്യക്തമാക്കുന്നത് ആർട്ടിക്കിൾ 320. ഇനി പബ്ലിക് സർവീസ് കമ്മീഷന് എന്തൊക്കെ എക്സ്പെൻസ് വരും, ചെലവ് എന്തൊക്കെയാണെന്ന് പറയുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 322. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ റിപ്പോർട്ടുകൾ അതാത് സമയത്ത് അവർ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യണം. ആ റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 323. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്നാരാ പറഞ്ഞത്? അതായത് ഇതിൽ ഗ്ലോവർ എന്നാ കൊടുത്തേക്കണം. അതല്ല കേട്ടോ മക്കളെ. ആരാന്നറിയോ? N. ഗ്ലാഡൻ. അതെ,
നമ്മൾ എന്താ പറയാ ടൈപ്പ് ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്. എൻ ഗ്ലാഡൻ എന്ന് പറയുന്ന ആളാണ് പൊതുഭരണത്തെ കുറിച്ചിട്ടുള്ള പൊതുഭരണം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഭരണം ആണെന്ന് പറഞ്ഞത്. നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട ഏറ്റവും പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവന്റെ മുഖം നിങ്ങൾ ഓർക്കുക എന്ന് പറഞ്ഞത് ആരാണ്? ഇത് ആരായിരിക്കും? മഹാത്മാഗാന്ധിയാണ് അല്ലേ? കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി സ്ഥാപിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ കേരളത്തിലെ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ കീഴിൽ നിന്ന് ധാരാളം IAS IPS IFS ഉദ്യോഗസ്ഥന്മാരൊക്കെ പുതിയതായിട്ട് പുറത്തിറങ്ങുന്നുണ്ട് അല്ലെ? അവിടെ പഠനം നടത്തിയിട്ട്, അതായത് 10th അതുപോലെ തന്നെ 12th അതുപോലെ തന്നെ 7th സ്റ്റാൻഡേർഡിലുള്ള കുട്ടികൾക്ക്, ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള കുട്ടികൾക്കൊക്കെ പ്രത്യേകം കോച്ചിങ് ഒക്കെ സിവിൽ സർവീസിന് വേണ്ടിയിട്ടുള്ള ഇവർ നടത്തുന്നുണ്ട്. 2005 ഇങ്ങനെയുള്ള കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി വന്നത്. ആ സിവിൽ സർവീസ് അക്കാദമിയുടെ ആസ്ഥാനം, ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാ പറയാ? തിരുവനന്തപുരത്താണ് എന്ന് പറയും. കോടതികളുടെ ഭാരം കുറയ്ക്കുന്നതിനായി നിയമനിർമ്മാണത്തിലൂടെ സ്ഥാപിക്കപ്പെടുന്ന സംവിധാനങ്ങളെ നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നു? ക്വാസി ജുഡീഷ്യൽ ബോഡീസ് അഥവാ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ. കോടതികളുടെ ഭാരം കുറയ്ക്കാൻ നിയമനിർമ്മാണത്തിലൂടെ സ്ഥാപിക്കപ്പെടുന്ന സംവിധാനം അല്ലെ? താഴെ തന്നിരിക്കുന്നവയിൽ ക്വാസി ജുഡീഷ്യൽ ബോഡിക്ക് ഉദാഹരണം അല്ലാത്തതേത്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ തുടങ്ങിയവ ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. അപ്പൊ അതിൽ അല്ലാത്തത് ആര് മാത്രമാണ്? നമ്മുടെ സുപ്രീം കോടതി മാത്രമാണ്. ദേശീയ ഹരിത ട്രിബ്യൂണൽ ഏത് തരം സ്ഥാപനമാണ്? ദേശീയ ഹരിത ട്രിബ്യൂണൽ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 243K, ആർട്ടിക്കിൾ 243ZA തുടങ്ങിയവ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകളാണ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് നിലവിൽ വന്നു മക്കളെ. 1993 ഡിസംബർ 3 നിലവിൽ വന്നു. കേരളത്തിൽ ആദ്യത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? MSK രാമസ്വാമി. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല നിലവിൽ വന്ന വർഷവും ആദ്യത്തെ കമ്മീഷണറും. കേരളത്തിലെ രണ്ടാമത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? MS ജോസഫ്. അതായത് പണ്ടൊക്കെ ഫസ്റ്റത്തെ ചോദിക്കാറ്, ഇപ്പോ സെക്കൻഡ് പൊസിഷൻ ഉള്ളത് ആരാന്നാ ചോദിക്കണേ. നിലവിലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, അത് തെറ്റാണ്. നമ്മളോട് ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, കേരളത്തിലെ 7th സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് ചോദിച്ചാൽ നമുക്ക് ഷാജഹാന്റെ പേര് പറയാം. പക്ഷെ ഇപ്പൊ ആളാരാണ്? 8th ആണ്. അപ്പൊ നിലവിലെന്ന് പറഞ്ഞാൽ തെറ്റാവില്ലേ? ആരാണെന്നറിയാമോ? ശേഷാദ്രി. ആരാണ്? ശേഷാദ്രിനാഥൻ. ശേഷാദ്രിനാഥൻ 2026 നമ്മുടെ 2026 ജൂലൈ മാസത്തില് നമ്മുടെ കേരള സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് 8ാമത് തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ജോയിൻ ചെയ്തു കേട്ടോ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഔദ്യോഗിക കാലയളവ് എത്രയാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഔദ്യോഗിക കാലയളവ് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? ഡോക്ടർ എ കൗശിക്. കൗശികൻ, സോറി, KOW, കൗശികനാണ്. അപ്പൊ ഇദ്ദേഹവും 2026 ജൂണിലാണ്. അതിന് മുമ്പായിരുന്നു മറ്റാള്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. സഞ്ജയ് കൗൾ അല്ല, ഡോക്ടർ എ കൗശികനാണ് നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ട്ടോ. കേരളത്തിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത് പട്ടത്താണ്. കേരള PSCയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? VK വേലായുധൻ. KPSCയുടെ ആദ്യ ചെയർമാൻ ആരാണ്? VK വേലായുധൻ. ഇനി കേരള PSC കഴിഞ്ഞിട്ടില്ലേ 50 ചോദ്യങ്ങൾ വെച്ച് ടീച്ചർ ഒരു ദിവസം പഠിപ്പിക്കുകയാണ്. ഇനി ബാക്കിയുള്ള എന്താ പറയുന്നത് സ്ഥാപനങ്ങള് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ ഇനി പോവും. കേരളം ഭരണ സംവിധാനങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ.